ഹായ് ഫ്രണ്ട്സ്, റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് ആർ ബി എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 ഓക്കെ ബൈ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ 1, 3, ഓർഡർഡ് പെയർ 3, 1, ഓർഡർഡ് പെയർ 2, 2 ഓക്കെ. ദെൻ ആർ ഈസ് ഓക്കെ. നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് ആർ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. ഓക്കെ, റിഫ്ലക്സീവ് ആണോ? സെറ്റ് എയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, സെറ്റ് 1, 2, 3 ആണ്. സോ 1, 1 ഉണ്ടാവണം, 2, 2 ഉണ്ടാവണം, 3, 3 ഉണ്ടാവണം, എന്നാലേ ആർ റിഫ്ലക്സീവ് ആവുള്ളൂ. ഇവിടെ 2, 2 മാത്രമേ ഉള്ളൂ. സോ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഓക്കെ, ഇനി സിമെട്രിക് ആണോ? സിൻസ് 1, 3 എന്ന് പറഞ്ഞ ഓർഡർഡ് പെയർ ഉള്ളതുകൊണ്ട് 3, 1 ഉണ്ട്. ഓക്കെ, 2, 2 എന്ന് പറഞ്ഞ ഓർഡർഡ് പെയർ ഉള്ളതുകൊണ്ട് 2, 2 ഉണ്ട്. സോ ഇറ്റ് ഈസ് സിമെട്രിക്. ഓക്കെ, ട്രാൻസിറ്റീവ് ആണോ? ഇവിടെ 1, 3 എന്ന് പറഞ്ഞ ഓർഡർഡ് പെയർ ഉണ്ട്, ഓർഡർഡ് പെയർ 3, 1 ഉണ്ട്. സോ there must exist ordered pair 1, 1 to R. But here 1, 1 എന്ന് പറഞ്ഞ ordered pair ആറിലില്ല. So R is not transitive. ഓക്കെ, അപ്പോൾ ഡി ഓപ്ഷന് നമുക്ക് അല്ല എന്ന് പറയാൻ പറ്റും. സോ സിമെട്രിക് മാത്രമാണ്. ഒരു റിലേഷൻ റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരേ ഒരു എക്സാമ്പിൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. നേരെ തിരിച്ച് ഒരു റിലേഷൻ സിമെട്രിക് ആണ്, റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കാൻ ഒരു ഫൈനൈറ്റ് സെറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അവിടെ ചെയ്യേണ്ടത് എല്ലാ പോസിബിലിറ്റീസ് എടുത്തിട്ടും നമ്മൾ ചെക്ക് ചെയ്ത് പറയണം. ഓക്കെ, ഒരു ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ജനറൽ വേയിൽ തന്നെ പ്രൂവ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എഫ് കോമ്പോസിഷൻ ജി ആൻഡ് ജി കോമ്പോസിഷൻ എഫ് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1 ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 1. ഓക്കെ, നമുക്കത് ചെയ്യാൻ നോക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1 ആണ്. ഓക്കെ, ആൻഡ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിട്ടുള്ളത്? 2x മൈനസ് 1 ആണ്. ഓക്കെ, നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഇനി ചെയ്യുക. നമുക്കറിയാം എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇവിടെ എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? 2x മൈനസ് 1. അത് അവിടെ നമ്മൾ എഴുതി 2x മൈനസ് 1. ഓക്കെ, എഫ് ഓഫ് 2x മൈനസ് 1 ആണ് ഇനി കാണേണ്ടത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് പ്ലസ് 1 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ എന്തായിരിക്കും? മോഡുലസ് ഓഫ് എ പ്ലസ് 1 ആയിരിക്കും. എഫ് ഓഫ് ബി എന്തായിരിക്കും? മോഡുലസ് ഓഫ് ബി പ്ലസ് 1 ആയിരിക്കും. സോ എഫ് ഓഫ് 2x മൈനസ് 1 എന്തായിരിക്കും? എക്സിന്റെ സ്ഥാനത്ത് 2x മൈനസ് 1 കൊടുക്കണം ഞാൻ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് 2x മൈനസ് 1 പ്ലസ് 1. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു 2x മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽ ആയിപ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2x. ഓക്കെ, ഇതാണ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. നമുക്ക് കാണേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ആണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, നമുക്ക് ജിയുടെ ഡെഫിനിഷൻ അറിയാം. ജിയുടെ ഡെഫിനിഷൻ എന്താണ്? ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 1 ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്. സോ നമ്മളിവിടെ എന്ത് എഴുതാം? വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ത് എഴുതാം? ജി ഓഫ്
എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു ജി ഓഫ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ. എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 1 ആണ്. ഓക്കെ, അപ്പൊ ജി ഓഫ് എ എന്തായിരിക്കും? 2a മൈനസ് 1. ജി ഓഫ് ബി എന്തായിരിക്കും? 2b മൈനസ് 1. ഓക്കെ, അപ്പോ ജി ഓഫ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 എന്തായിരിക്കും? 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് 1. ഓക്കെ, വേണമെങ്കിൽ ബ്രാക്കറ്റ് കളഞ്ഞ് എഴുതാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് 1. ഓക്കെ, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് 1 ആണ്. ഇനി എന്താ? സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ എൻ ക്രോസ് എൻ. ഡിഫൈൻഡ് ബൈ ഇങ്ങനെയാണ്: ഓർഡേഡ് പെയർ എ കോമ ബി സ്റ്റാർ ഓർഡേഡ് പെയർ സി കോമ ഡി ഈക്വൽ ടു ഓർഡേഡ് പെയർ എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി ആണ്. ഫൈൻഡ് ദ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് സ്റ്റാർ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഓക്കെ, ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ ക്രോസ് എന്നിലെ ഒരു ബൈനറി ഓപ്പറേഷനാണ്. സ്ക്രിപ്റ്റ് എൻ ക്രോസ് എന്നിലെ ഒരു ബൈനറി ഓപ്പറേഷനാണ്. ഓക്കെ, എൻ ക്രോസ് എൻ എന്താ? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് എൻ ആണ്. ഓക്കെ, അതിൽ എങ്ങനെയാവും എലമെന്റ്സ്? ഓർഡേഡ് പെയർ ആയിരിക്കും. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഓർഡേഡ് പെയേഴ്സ് ആയിരിക്കും അതിലെ എലമെന്റ്സ് എൻ ക്രോസ് എന്നിലെ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മുടെ എ കോമ ബി സ്റ്റാർ സി കോമ ഡി is equal to ordered pair a plus c comma b plus d ആണ്. ഓക്കെ, അതായത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. എ പ്ലസ് സി കോമ ബി പ്ലസ് ഡി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സ്റ്റാർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ഐഡന്റിറ്റി എലമെന്റ് ഒരു ഓപ്പറേഷൻ, ഒരു ബൈനറി ഓപ്പറേഷന് ഓൺ എ സെറ്റ് എ എന്ന് പറഞ്ഞൊരു സെറ്റ്, എ എന്ന് പറഞ്ഞൊരു സെറ്റിൽ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിനൊരു ഐഡന്റിറ്റി എലമെന്റ് ഈ ഉണ്ടാവണം എന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ആണ്. ഫോർ എവരി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഓക്കെ, സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഇ എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി എലമെന്റ് ഓക്കെ ഉണ്ടാവണം എന്ന് പറയണമെങ്കിൽ എ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ. ഫോർ എവറി എ ബിലോങ്സ് ടു എ ഉണ്ടായാൽ മാത്രമേ സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷന് ക്യാപിറ്റൽ എയിൽ ഇ എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മുടെ സ്മോൾ എ എന്ന് പറയുന്ന എലമെന്റ് ഏത് ടൈപ്പിലാ? ഓർഡേഡ് പെയേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത് എ ഈസ് ഈക്വൽ ടു എങ്ങനെ എടുക്കണം? ഒന്നെങ്കിൽ ഓർഡേഡ് പെയർ എ കോമ ബി എന്ന് എടുക്കാം, അല്ലെങ്കിൽ സി കോമ ഡി. നമ്മളിവിടെ എടുക്കുന്നു ഓർഡേഡ് പെയർ x1 കോമ y1. ഓക്കെ, അങ്ങനെ എടുക്കുന്നു. നമുക്കറിയാം ഓർഡേഡ് പെയർ x1 കോമ y1 എന്തുകൊണ്ടോ സ്റ്റാർ ഓപ്ഷൻ ചെയ്യുമ്പോൾ, സ്റ്റാർ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെ കിട്ടണം. x1 കോമ y1 തന്നെ കിട്ടണം. ഇങ്ങനെയുള്ള തരത്തിലുള്ള ഒരു എലമെന്റ് ആണ് ഇവിടെ. ഞാനിവിടെ E1 E2 എന്ന് പറഞ്ഞ് എഴുതുന്നു. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മുടെ ഓർഡേർഡ് പെയർ E1 E2 ആണ് നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ ഒരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ. ഓക്കെ, ഇതെന്താ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? ഓർഡേർഡ് പെയർ x1 പ്ലസ് E1 y1 പ്ലസ് E2 ആണ്, which will be equal to ordered pair x1 y1. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ E1നും E2നും കിട്ടാവുന്ന വാല്യൂ ഏതാണ്? 0 ആണ്. വേറെ ഒരു വാല്യൂ കൊടുത്താലും ഇത് കിട്ടില്ല. ബിക്കോസ് x1ഉം y1 എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. പക്ഷേ ഈ 0 എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് n. ഓക്കെ, സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്ത്? സ്റ്റാർ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ n cross n ഡസ് നോട്ട് ഹാവ് എ ഐഡന്റിറ്റി എലമെന്റ്. സെക്കൻഡ് പ്രോബ്ലം, f of x equal to x by x minus 1, x not is equal to 1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ x not is equal to 1 എന്നുള്ളത് തന്നത് എന്തിനാന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ 0 ആയി പോകരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഓക്കെ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് f കോമ്പോസിഷൻ f of x. ഓക്കെ, നമുക്കറിയാം f കോമ്പോസിഷൻ f of x എന്ന് പറയുന്നത് എന്താണ്? f of x ആണ്. ഓക്കെ, which will be equal to f of x by x minus 1. ഓക്കെ, f of x എന്ന് പറഞ്ഞാൽ എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? x by x minus 1 ആണ്. ഓക്കെ, f of x എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് x by x minus 1 ആണ്. അതുകൊണ്ട് f of a എന്തായിരിക്കും? a by a minus 1 ആയിരിക്കും. f of b എന്തായിരിക്കും? b by b minus 1 ആയിരിക്കും. എക്സിൻ്റെ അകത്ത് a കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് f of a കിട്ടും, എക്സിൻ്റെ അകത്ത് b കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് f of b കിട്ടും. അപ്പോൾ f of x by x minus 1 എന്ത് വരും? എക്സിൻ്റെ സ്ഥാനത്ത് x by x minus 1 കൊടുക്കണം. സോ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ x by x minus 1 കൊടുത്തു. x by x minus 1 whole divided by x by x minus 1 minus 1. ഓക്കെ, which will be equal to, നമുക്ക് താഴത്തെ ഡിനോമിനേറ്റർ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ ഞാൻ അതുപോലെ തന്നെ എഴുതുന്നു. ഓക്കെ, x minus x plus 1 divided by x minus 1. ഓക്കെ, നമുക്കിവിടെ രണ്ട് ഫ്രാക്ഷൻസ് ആണ് ഡിവൈഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെന്തായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ക്യാൻസലായി പോവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? എക്സ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 വിച്ച് വിൽ ബി ഈക്വൽ ടു ഇതും കട്ടായി പോവും. ഈക്വൽ ടു എക്സ്. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ദാറ്റ് ഈസ് എഫ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്നാണ്. ഓക്കെ, നമുക്ക് അറിയാം എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? ജി എന്ന് പറയുന്നത് എഫിൻ്റെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമ്മുടെ ഇൻവേഴ്സ്? എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് തന്നെയാണ്. ഓക്കെ, എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് തന്നെയാണ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? എക്സ് ബൈ
എക്സ് മൈനസ് 1 ആണ്, പ്രൊവൈഡഡ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ആ സെയിം കണ്ടീഷൻ തന്നെ ഇവിടെ ഉണ്ടാവും. 2019 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ആർ. ഓക്കെ, സ്ക്രിപ്റ്റ് ആർ എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, ദെൻ ഫൈൻഡ് എഫ് കോമ്പോസ് ഇൻ ജി ഓഫ് എക്സ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. നമുക്കറിയാം എഫ് കോമ്പോസ് ഇൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനൊക്കെ വെച്ച് കൃത്യമായി ഒന്ന് ചെയ്തു നോക്കൂ. ബി എന്ന് പറയുന്നത് എന്താണ്? ലെറ്റ് യു ആൻഡ് വി ബി ടു ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ആർ ആസ് യു ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 3 ആൻഡ് വി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2. പ്രൂവ് ദാറ്റ് യു ആൻഡ് വി ആർ ഇൻവേഴ്സ് ടു ഈച്ച് അതർ. ഇവിടെ ഇൻവേഴ്സ് ടു ഈച്ച് അതർ ആണെന്ന് കാണിക്കാം. രണ്ട് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. അത് രണ്ടും ഇൻവേഴ്സ് ടു ഈച്ച് അതർ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കോമ്പോസിഷൻ എടുത്തിട്ട് അത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ മതി. നമ്മളിവിടെ കാണേണ്ടത് ബി പാർട്ടിൽ കാണേണ്ടത് എന്തൊക്കെയാണ്? യു കോമ്പോസിഷൻ വി കാണുക. ഓക്കെ, അതെന്ന് പറയണത് കണ്ടുപിടിക്കുക. പിന്നെ വി കോമ്പോസിഷൻ യുവും കാണുക. രണ്ടും ഒരു പ്രത്യേക ഫംഗ്ഷനിലേക്ക് നമുക്ക് കിട്ടും. അത് വെച്ച് നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ആ റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ പറയണേ? The function p is defined as to each person on the earth is assigned a date of birth. Okay, is this function 1 1? Give reason. ഈ ഫംഗ്ഷൻ 1 1 ആണ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുക. p എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യല്ലേ? ടു ഈച്ച് പേഴ്സൺ ഓൺ ദി എർത്ത് ഈസ് അസൈൻഡ് എ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, ഭൂമിയിലുള്ള എല്ലാ ആൾക്കാർക്കും ഓരോരോ ഡേറ്റ് ഓഫ് ബർത്ത് അസൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു 1 1 ഫംഗ്ഷൻ ആയിരിക്കുമോ? അതായത് ആൾക്കാരുടെ സെറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡൊമെയിൻ സെറ്റ്. ഒരു ഡേറ്റ് ഓഫ് ബർത്തുകളുടെ സെറ്റ്, അതായത് സെറ്റ് ഓഫ് ഓൾ ഡേറ്റ്സ് എന്നുള്ളതാണ് എന്ത്? നമ്മുടെ കോഡൊമെയിൻ സെറ്റ്. ഓക്കെ, അപ്പോൾ ഓരോരോ ആൾക്കാർക്കും മാപ്പ് ചെയ്യണത് എങ്ങടാ? ഓരോരോ ഡേറ്റ് ഓഫ് ബർത്തിലേക്കാണ്. സോ ഈ ഫംഗ്ഷൻ ക്ലിയർലി 1 1 ആയിരിക്കില്ല. എന്തുകൊണ്ടാണ്? മോർ ദാൻ 1 ആൾക്കാർ ഒരു ദിവസം ജനിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു ദിവസം 2 പേര് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരിക. ഓക്കെ, അപ്പോൾ അവരുടെ ഇമേജ് സെയിം ആണ്. സോ എഫ് ഈസ് നോട്ട് 1 1, ദാറ്റ് ഈസ് പി ഈസ് നോട്ട് 1 1. ഓക്കെ, ബി പാർട്ട് നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ 0 to π/2 to script r given by f of x equal to sin x and g from closed interval 0 to π/2 to script r given by g of x equal to cos x. Okay, അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഷോ ദാറ്റ് എഫ് ആൻഡ് ജി ആർ 1 1. എഫും ജിയും 1 1 ആണെന്ന് കാണിക്കണം. എന്താ 1 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് 1 1 ആവുക? ഫോർ എനി ആർബിട്രറി വാല്യൂസ് x1 x2 belongs to the domain f of x1 is equal to f of x2 implies x1 is equal to x2. ഓക്കെ, നമ്മളിവിടെ ആർബിട്രറി വാല്യൂസ് ആയിട്ടുള്ള x1 x2 എടുക്കുന്നു. എവിടുന്ന് എടുക്കണ്ടേ? ഡൊമെയിനിൽ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ എഫിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവൽ 0 to π/2 ആണ്. ഓക്കെ, ഓക്കെ, x1 x2 എന്ന് പറഞ്ഞ രണ്ട് ആർബിട്രറി എലമെന്റ്സ് എടുത്തു. ക്ലോസ് ഇന്റർവൽ 0 to π/2. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യാണ് f of x1 is equal to
എഫ് ഓഫ് എക്സ് ടു. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമുക്ക് എന്ത് കാണിക്കണം? എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു എന്ന് കാണിക്കാൻ പറ്റിയാലാണ് എഫ് വൺ വൺ ആവുക. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ന്റെ വാല്യൂ എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ എന്തായിരിക്കും? സൈൻ എക്സ് വൺ ആയിരിക്കും. എക്സിന്റെ സ്ഥാനത്ത് എക്സ് വൺ കൊടുക്കുക. എഫ് ഓഫ് എക്സ് ടു എന്തായിരിക്കും? അപ്പോൾ സൈൻ ഓഫ് എക്സ് ടു ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെൽ ശ്രദ്ധിക്കുക. ക്ലോസ് ഇൻ്റർവെൽ 0 to π/2 ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമാണ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്കറിയാം സൈൻ്റെ വാല്യൂസ് എപ്പോഴും പോസിറ്റീവാണ്. സൈൻ്റെ വാല്യൂ എപ്പോഴും 0ൽ നിന്ന് 1ലേക്ക് എത്തുകയാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ചെയ്യുന്നത്. ഓക്കെ, സൈൻ്റെ വാല്യൂസ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ഫംഗ്ഷനാണ് ഓൺ ദ ഡൊമൈൻ ക്ലോസ് ഇൻ്റർവെൽ 0 to π/2, which implies that x1 is equal to x2. Okay, so f is 1 x1 comma x2 belongs to closed interval 0 comma π/2. Okay, let us assume that g of x1 is equal to g of x2, which implies that g of x1 എന്തായിരിക്കും? g of x cos x ആണ്. അപ്പോൾ g of x1 എന്തായിരിക്കും? cos x1 ആയിരിക്കും. ഓക്കെ, it will be equal to g of x2 എന്താണ്? cos x2 ആണ്. ഓക്കെ, implies that നമുക്കറിയാം കോസ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഫസ്റ്റ് ക്വാഡ്രന്റിൽ റിപ്പീറ്റഡ് വാല്യൂസ് തരണില്ല. കാരണം കോസിന്റെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രന്റിൽ 1ൽ നിന്ന് 0ലേക്ക് പോവുകയാണ്. ഓക്കെ, സോ x1 ഈസ് ഈക്വൽ ടു x2, ദാറ്റ് ഈസ് ജിയും എഫും 1 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ? ഈസ് എഫ് പ്ലസ് ജി ഈസ് 1 നമുക്ക് എഫ് പ്ലസ് ജി ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് വരിക? നമുക്കറിയാം എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആയിരിക്കും എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താ? സൈൻ എക്സ് ആണ് പ്ലസ് കോസ് എക്സ് ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാണ്. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് അറിയാം എഫ് പ്ലസ് ജി ഓഫ് 0 എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 0 പ്ലസ് കോസ് 0. which will be equal to sin 0 0 cos 0 എന്ന് പറയുന്നത് 1. ഓക്കെ, എഫ് പ്ലസ് ജി ഓഫ് π/2 എന്ന് പറയുന്നത് എത്രയാ? സൈൻ π/2 പ്ലസ് കോസ് π/2. നമുക്കറിയാം കോസ് π/2ന്റെ വാല്യൂ 0 ആണ്, സൈൻ π/2ന്റെ വാല്യൂ 1 ആണ്. സോ 1 + 0 1. എഫ് പ്ലസ് ജി ഓഫ് 0 എന്ന് പറയുന്നതും എഫ് പ്ലസ് ജി ഓഫ് π/2 എന്ന് പറയുന്നതും 1 ആണ്. സോ എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 അല്ല, രണ്ട് ഡിഫറെൻറ്റ്
എലമെന്റ്സിന് സെയിം ഇമേജ് വന്നു. സോ എഫ് പ്ലസ് ജി ഈസ് നോട്ട് 1 1. ഓക്കെ, അതിലൊരു സി ക്വസ്റ്റ്യൻ ഉണ്ട്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. എൻട്രൻസ് എക്സാമിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. The number of 1 1 functions from a set containing 2 elements to a set containing 3 elements is. Number of 1 1 functions ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കത് കൃത്യമായി ഡിസ്കസ് ചെയ്യണം. Number of 1 1 functions from a set containing 2 elements. 2 elements ഉള്ള ഒരു സെറ്റിൽ നിന്ന് 3 elements ഉള്ള ഒരു സെറ്റിലേക്കുള്ള എത്ര 1 1 ഫംഗ്ഷൻസ് പറയാൻ പറ്റുമെന്ന്. അതിനൊരു റിസൾട്ട് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞൊരു സെറ്റ്. ഓക്കെ, എ ടു ബി ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വെച്ചു. ഓക്കെ, എൻ ഓഫ് എ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറയുന്നത് എമ്മും. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്ന് പറയുന്നത് എന്നുമാണെങ്കിൽ നമ്പർ ഓഫ് 1 1 functions എന്ന് പറയുന്നത് എന്താണ്? NPM ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക, സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സ് ഈ പെർമ്യൂട്ടേഷൻ, ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ്, നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, NPM ആയിരിക്കും. സോ ഇവിടെ എത്രയാണ്? 2 എലമെന്റ് ഉള്ള സെറ്റിൽ നിന്ന് 3 എലമെന്റ് ഉള്ള സെറ്റിലേക്ക് എത്ര 1 1 ഫംഗ്ഷൻസ് പറയാൻ പറ്റുമെന്ന്. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് ആണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എത്ര 1 1 ഫംഗ്ഷൻസ് പറയാൻ പറ്റും? യെസ്, 3p2 ആണ്. ഓക്കെ, 3p2 എന്ന് പറയുന്നത് എന്താണ്? NPRന്റെ ഫോമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആണ്. സോ 3p2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 ഹോൾ ഫാക്ടോറിയൽ, വിച്ച് വിൽ ബി ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. അതിൻ്റെ ആൻസർ എത്രയാണ്? 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആയിരിക്കും. ഓക്കെ, 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. ഈ റിസൾട്ട് കാണാപ്പാടം പഠിച്ചു വെക്കുക, നല്ലൊരു റിസൾട്ടാണ്. ഒരു 1 1 ഫംഗ്ഷൻ ഉണ്ടാവണമെങ്കിൽ ദ കണ്ടീഷൻ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 1 ഫംഗ്ഷൻ ഫ്രം എ സെറ്റ് കണ്ടെയ്നിങ് m elements to a set containing n elements is n greater than or equal to m ആയിരിക്കണം. അതായത് സെക്കൻഡ് സെറ്റില്, ദ കോഡൊമൈൻ സെറ്റില് എലമെന്റ്സ് കൂടുതലായാൽ മാത്രമേ, കൂടുതലോ ഈക്വലോ ആയാൽ മാത്രമേ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 1 ഫംഗ്ഷൻ എങ്കിലും പറയാൻ സാധിക്കും. ഓക്കെ, 6th പ്രോബ്ലം നോക്കാം നമുക്ക്. Let R be a relation in the set of all natural numbers given by R is equal to set of all ordered by A, B such that A is equal to B minus 2. Choose the correct answer. ഏത് എലമെന്റ് ആയിരിക്കും തന്നിട്ടുള്ളതിൽ, ഏത് എലമെന്റ് ആയിരിക്കും ക്യാപിറ്റൽ ആറിൽ ഉണ്ടാവുക? എന്താ നമ്മൾ നോക്കേണ്ട കണ്ടീഷൻ? ഓർഡർഡ് പെയർ A, B belongs to R if and only if A is equal to B minus 2. ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്ത് നോക്കൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് Z ഓഫ് ഇൻഡിജേഴ്സ്, ദറ്റ് ഈസ് സ്ക്രിപ്റ്റ് Z എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണ്. ആസ് A star B is equal to A plus B plus 1. ഓക്കെ, ദെൻ ഫൈൻഡ് ദ ഐഡന്റിറ്റി എലമെന്റ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാനാണ്. നമ്മുടെ ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണ്. Z ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കൂടെ A star B is equal to A plus B plus 1 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെന്ന് വിചാരിച്ച് തുടങ്ങും. നമുക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. E എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ,
ഇ എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് ആണ് നമ്മൾ സപ്പോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഐഡന്റിറ്റി എലമെന്റ് ആണ് സ്റ്റാറിന്റെ ഓൺ സെഡ് എങ്കിൽ എന്ത് കണ്ടീഷനാണ് അത് ഹോൾഡ് ചെയ്യേണ്ടത്? എ സ്റ്റാർ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഫോർ എവരി എ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സെഡ്. ഈ കണ്ടീഷൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. ഫോർ എവരി എ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സെഡ്. ഓക്കെ, നമുക്ക് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ഭാഗം സോൾവ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി. എ ഈക്വൽ ടു ഇ സ്റ്റാർ എ എന്ന് ഭാഗം സോൾവ് ചെയ്ത് നോക്കാം. എന്താ കിട്ടും? ഏതെങ്കിലും ഒരു ഭാഗം ചെയ്താൽ മതി. രണ്ടും സെയിം തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ കേസിലും. ഇവിടെ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് രണ്ട് സൈഡും ചെയ്യണ്ട എന്ന് പറയുന്നത്. കാരണം എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് 1 ആണ്. ബി സ്റ്റാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി പ്ലസ് എ പ്ലസ് 1 ആയിരിക്കും. വിച്ച് വിൽ ബി ഈക്വൽ ബിക്കോസ് അഡിഷൻ ഓൺ ഇൻഡിജേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എക്സാമിന് എഴുതണം. ഓക്കെ, രണ്ടും സെയിം തന്നെയായിരിക്കും കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ ആണെങ്കിൽ. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ രണ്ടും സെയിം പോലെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എ സ്റ്റാർ എന്ന് പറയുന്നത് എ പ്ലസ് ഇ പ്ലസ് 1 എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അപ്പം എന്ത് കിട്ടും? ഞാൻ ഈ എനെ അങ്ങോട്ട് കൊണ്ട്. ഓക്കെ, അപ്പോൾ അത് 0 ആയി പോവും. എ മൈനസ് എ എന്ന് പറയുന്നത് 0. ഇ പ്ലസ് 1 എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇ ഈക്വൽ ടു -1. നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എ ഈക്വൽ ടു ഇ സ്റ്റാർ എ. ഇ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇ പ്ലസ് എ പ്ലസ് 1, which implies that E equal to -1 എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ്. ആൻഡ് ദിസ് എലമെന്റ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സെഡ്. ഓക്കെ, -1 എന്ന് പറയുന്ന എലമെന്റ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് സെഡ് ആയതുകൊണ്ടാണ് എന്താവുന്നത്? ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെന്ന് ചെയ്തു. അങ്ങനെയുള്ള ഒരു ഇ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇ എന്ന് പറയുന്ന എലമെന്റ് -1 എന്ന് പറയുന്ന എലമെന്റ് സ്ക്രിപ്റ്റ് സെഡിൽ ഉള്ളത് കൊണ്ട്, സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിൽ ഉള്ളത് കൊണ്ട് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് -1. ഓക്കെ, ഇവിടെ ഐഡന്റിറ്റി എലമെന്റ് ഏതാ? -1 ആണ്. ഓക്കെ, 7th പ്രോബ്ലം നോക്കാം. ഓക്കെ, let A is equal to script R minus set 3 and B is equal to script R minus set 1. Consider the function f from A to B defined by f of x equal to x minus 2 divided by x minus 3. Okay, first sub question എന്താണ്? Is f 11 and on 2? Justify your answer. കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്യുക. നമുക്കറിയാം 11 എങ്ങനെയാണ് കാണിക്കുകയെന്ന്. രണ്ട് ആർബിട്രറി എലമെന്റ്സ് ഓൺ ഡൊമെയിൻ എടുക്കുക. അസ്യൂം ദാറ്റ് f of x1 is equal to f of x2 if we choose arbitrary elements as x1 and x2. Okay, then prove that x1 is equal to x2. Then we can say that f is 11. Okay, അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. f on 2 ആണെന്നുള്ളത് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് on 2 ആണെന്ന് ചെക്ക് ചെയ്യുക. ടു പ്രൂവ് ദാറ്റ് ആ ഫംഗ്ഷൻ ഈസ് on 2 നമുക്ക് എവിടുത്താണ് ഒരു എലമെന്റ് എടുക്കേണ്ടത്? നമ്മുടെ ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറയുന്നത്. കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് എന്താണ്? കോഡൊമൈൻ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്രിപ്റ്റ് ആർ മൈനസ് സെറ്റ് 1 ആണ്. ഓക്കെ, നമുക്ക് കോഡൊമൈനിൽ നിന്നാണ് ഒരു എലമെന്റ് എടുക്കുന്നത്. ഒരു ആർബിട്രറി എലമെന്റ് എടുത്തു, y എന്ന് പറഞ്ഞ ആർബിട്രറി എലമെന്റ് സ്ക്രിപ്റ്റ് ആർ മൈനസ് സെറ്റ് 1 നിന്നാണ് എടുത്തത്. ഓക്കെ, നമ്മളൊരു ആർബിട്രറി എലമെന്റ് എടുത്തു. നമുക്ക് സ്ക്രിപ്റ്റ് ആർ മൈനസ് സെറ്റ് 1 നിന്ന് ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു പ്രീമേജ് ഉണ്ടെന്ന് കാണിക്കാൻ കഴിഞ്ഞാൽ അത് ആ ഫംഗ്ഷൻ ഓൺ ടു ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കാണിക്കണ്ടേ? വൈക്ക് ഒരു പ്രീമേജ് ഉണ്ടെന്ന് കാണിക്കണം. ദാറ്റ് ഈസ് വി ഹാവ് ടു സോൾവ് ദ ഇക്വേഷൻ എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ ടു വൈ ഫോർ
എക്സിൽ സോൾവ് ചെയ്യാം. ഓക്കെ, എക്സ് ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു വൈൻ്റെ ടേംസിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കണം. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് മൈനസ് 3. ഓക്കെ, which will be equal to x minus 2 equal to xy minus 3y. Okay, which implies that നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ സോൾവ് ചെയ്യേണ്ടത് എക്സിനാണ്. അപ്പൊ എക്സിന്റെ ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. എക്സ് മൈനസ് വൈ ഈക്വൽ ടു എന്തെഴുതാം? 2 മൈനസ് 3y എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ് വിൽ ബി ഇംപ്ലൈസ് ദാറ്റ് ഇവിടെ നമുക്ക് എക്സ് പുറത്തേക്ക് എടുക്കാം. എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ഈക്വൽ ടു 2 മൈനസ് 3y. Okay, which implies that x equal to 2 minus 3y divided by 1 minus y. That is f of 2 minus 3y divided by 1 minus y എന്ന് പറയുന്ന എലമെന്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് y ആയിരിക്കും. നമ്മൾ y എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് r-1 സെറ്റ് 1 എന്ന് പറയുന്ന ആ സെറ്റിലെ ഒരു എലമെന്റ് ആയിട്ടാണ് എടുത്തത്. ഒരു ആർബിട്രറി എലമെന്റ് ആയിട്ടാണ് എടുത്തത്. ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനൊരു പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റി. Therefore f is onto. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് തന്നെയായിരിക്കും അതിന്റെ ഇമേജിനായിട്ടുള്ള ഡെഫിനിഷനും. ഓക്കെ, ഇമേജ് കാണാൻ നമ്മൾ സോൾവ് ചെയ്യേണ്ടത് സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഈസ് ഇറ്റ് ഇൻവേർട്ടിബിൾ? വൈ? എഫ് 1 ആണ് ഓൺ ടു ആണെന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൈജക്ഷൻ. ബൈജക്ഷൻ ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, അത് സിമ്പിളാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അവിടെ എഴുതാനുള്ളൂ. ഇഫ് ഇൻവേർട്ടിബിൾ ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എഫ്. ഇൻവേർട്ടിബിൾ ആണ് എന്ന് നമ്മൾ കാണിച്ചു. എഫിന്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. എഫിന്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടി എഫിന്റെ ഇൻവേഴ്സ് ആദ്യം ഡിഫൈൻ ചെയ്യുക. എവിടെ നിന്ന് എങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും? എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങനെയുള്ള ഫംഗ്ഷൻ ആയിരിക്കും? ബി ടു എ ആയിരിക്കും. ബി എന്ന് പറയുന്ന സെറ്റ് എന്താ? സ്ക്രിപ്റ്റ് ആർ മൈനസ് സെറ്റ് 1 ടു സ്ക്രിപ്റ്റ് ആർ മൈനസ് സെറ്റ് 3 ആണ്. ദാറ്റ് ഈസ് നമ്മൾ ഇതിനെ എന്താ സെറ്റ് ആർ മൈനസ് സെറ്റ് ആർ സ്ക്രിപ്റ്റ് ആർ മൈനസ് സെറ്റ് 1 എന്നുള്ളതിനെ നമ്മൾ ബി എന്ന് വിളിച്ചു, ഇതിനെ എ എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ടു എ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക? ഞാൻ പറഞ്ഞു, ഓൺ ടു ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തന്നെയായിരിക്കും നമ്മുടെ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന എഫ് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ. ഓക്കെ, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഓൺ ടു കണ്ടുവച്ചതിൽ ഈ വൈൻ്റെ സ്ഥാനത്ത് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനിഷനായി. ഏതിൻ്റെ? ഇൻവേഴ്സിന്റെ. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു 2 മൈനസ് 3x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, നമുക്കിത് സമയമുണ്ടെങ്കിൽ, എക്സാമിന് സമയമുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി കൃത്യമായിട്ട് എഴുതി പ്രൂവ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കാണാം. അതെന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാം. അതുപോലെ തന്നെ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും ഐഡന്റിറ്റി ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എഫ്
കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഓൺ ബി ആയിരിക്കും. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഓൺ എ ആയിരിക്കും. അങ്ങനെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാം. ഇതിന്റെ ആവശ്യമില്ല, കാരണം ഫൈൻഡ് ദ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ അത്ര ചോദിച്ചിട്ടുള്ളൂ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ.